ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ടാബി ആദ്യമായി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ, എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ടാബി എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു സംഭവം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് 4 അടവിന് നമുക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പലിശയില്ലാതെ നമുക്കൊരു ഇൻട്രസ്റ്റും കൊടുക്കാതെ ഒരു 100 ദിറംസിൻ്റെ സാധനം വാങ്ങുകയാണെങ്കിൽ ആദ്യ ഗഡു ഒരു 25 ദിറംസ് മാത്രം കൊടുത്താൽ മതി. ബാക്കി 3, 25 ആയിട്ട് 3 പ്രാവശ്യം കൊടുത്തിട്ട് അടവിന് നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ ടാബി എന്ന് പറയുന്നത്. 4 അടവിൻ്റെ മേലേക്ക് പോകുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ 4 അടവ്. ഇനി ടാബി പ്ലസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനം എവിടെ നിന്ന് വാങ്ങിയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് 4 മാസമായിട്ട് സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്യും. ഈ ടാബുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ടാബി എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, ടാബിയുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. ടാബി ആദ്യമായി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് നിങ്ങൾ ടാബി ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളതിൻ്റെ ഫോൺ നമ്പറും ID ഒക്കെ എല്ലാം കൊടുത്ത് വെരിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് ടാബി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും കാണില്ല. അതിൽ കാർഡോ കാര്യങ്ങളോ ഒന്നും അതിലുണ്ടാവില്ല. ആദ്യമായിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ ടാബി ഓപ്പൺ ചെയ്താൽ ടാബിൽ കുറേ സ്റ്റോറുകളുണ്ടാവും. ആ സ്റ്റോറുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ നോണോ ആമസോണോ വഴി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ വാലറ്റ് വഴിയോ അല്ലെങ്കിൽ കാർഡ് വഴിയോ അങ്ങനെയൊക്കെ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ടാബി തമാര എന്നൊക്കെ പറയുന്നിട്ട് വേറെ ഓപ്ഷൻ എടുക്കും. ഇതിൽ ടാബിയിലിട്ടിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അങ്ങനെ പർച്ചേസ് ചെയ്യാം. ആ തുടക്കത്തിൽ നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്ന പർച്ചേസിങ് എല്ലാം ടാബി വഴി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ആദ്യം ഇതിലൊരു പർച്ചേസിങ് പവർ ആയിട്ടുള്ള ഒരു ഇത് വരും. ഒരു ക്രെഡിറ്റ്, ഒരു എന്താ പറയുക, ഒരു ക്രെഡിറ്റ് പവർ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഒരു ഇത്ര ദിറംസിന് നമുക്ക് സാധനം വാങ്ങാനുള്ള ഒരു ക്രെഡിറ്റ് അങ്ങനെയൊക്കെ വരും. ക്രെഡിറ്റ് ക്യാഷ് ആയിട്ടല്ല, ഒരു ഇത്ര ദിറംസിന് അവർക്ക് അടവിനെടുക്കാനുള്ള ഒരു പവർ വരും. അത് കഴിഞ്ഞ് അതുകൂടി കഴിഞ്ഞാലാണ് നമുക്ക് ടാബി കാർഡ് ആക്ടിവേറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. ടാബി കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാബി കാർഡ് ഫിസിക്കലായിട്ട് നമുക്ക് കിട്ടില്ല, കയ്യിൽ കിട്ടില്ല, മൊബൈലിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വാലറ്റിൽ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ആ കാർഡ് വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് വരും. ചിലപ്പോൾ അതൊരു 300 ദിറംസോ അങ്ങനെയൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് വരും. പിന്നെ അത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് 300 എന്നുള്ളത് 1000 ആവും, 2000 ആവും, 3000 ആവും, 5000 ആവും, 10000 ആവും, 20,000 ഒക്കെ ആയ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബെറ്റർ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിനായിട്ടും ബെറ്റർ എന്ന് പറയുന്നത് ടാബിയിൽ നല്ലൊരു ക്രെഡിറ്റ് വരികയാണെങ്കിൽ, ഒരു 5000, 10000 ഒക്കെ വരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ക്രെഡിറ്റ് കാർഡിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ഈ ടാബിയാണ്. ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതിന് നമ്മൾ ഇനി ഇൻസ്റ്റാൾമെൻറ്റ് ഇടുകയാണെങ്കിൽ അതിന് പലിശ കൊടുക്കേണ്ടി വരും. ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് 4 അടവ് എന്തായാലും നമുക്ക് എന്തില്ല, ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാതെ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 4 മാസം കൊണ്ട് അടച്ച് തീർക്കും. ഇപ്പോൾ ഒരു 4000 ദിറംസിൻ്റെ ഫോൺ എടുക്കുകയാണെങ്കിൽ 1000 ദിറംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫോൺ എടുക്കാം. ബാക്കി 3 മാസം കൊണ്ട് അടച്ച് തീർക്കാം. ഇത് നല്ല രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താലാണ് അതിൻ്റെ നല്ല ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ടാബി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കാർഡും കാണില്ല, ക്രെഡിറ്റും കാണില്ല. അപ്പോൾ പല ആൾക്കാരും ഇത് ഓപ്പൺ ചെയ്തിട്ട് ക്രെഡിറ്റ് ഇല്ലല്ലോ, ഇതിന് കാർഡ് എങ്ങനെ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർ നമുക്ക് നമ്മളെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പേയ്മെൻറ്റൊക്കെ കറക്റ്റാണ് അടക്കുന്നതൊക്കെ അറിയുമ്പോൾ അവർ നല്ല രീതിയിൽ ക്രെഡിറ്റൊക്കെ തന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഓപ്പൺ ചെയ്തേക്ക് തന്നെ കാർഡോ കാര്യങ്ങളോ കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ആദ്യമായിട്ട് ടാബി നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ടാബി ഓപ്പൺ ചെയ്ത കാര്യങ്ങളൊക്കെ, കാർഡ് യൂസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, ടാബി പ്ലസ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്ത് ടാബി പ്ലസ് എങ്ങനെയാണ് നോർമലിലേക്ക് വരിക, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന വീഡിയോസുകളെല്ലാം എൻ്റെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ടാബി വീഡിയോസ് എല്ലാം കാണുക. വേറെ എന്തെങ്കിലും ടാബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുക. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതിനൊക്കെ ബൈ.